നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മീനാക്ഷി, അവനാ ആര്? എന്റെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയവൻ. അയ്യോ, അയാള് എന്റെ കുഞ്ഞു അവരുടെ കയ്യില. അങ്ങനെയാണെങ്കിൽ മേഡത്തിന്റെ കാര്യത്തിലും അത് ബാധകമാവല്ലോ. പേനയുടെ ക്യാപ്പ് മാഡം തന്നെ ബാഗിൽ വെച്ചിട്ട് മറ്റൊരാളെ കൊടുക്കാനായിട്ട് പേന ഉപയോഗിച്ചെന്ന് പറയാമല്ലോ. അപ്പൊ വക്കീലിന്റെ കക്ഷിക്ക് ജാമ്യം അനുവദിക്കാതെ രക്ഷയില്ല. പ്രോസിക്യൂഷൻ കൊണ്ടുവന്ന ഈ കേസ് യഥാർത്ഥത്തിൽ ഒരു കള്ളക്കേസാണ്. എന്റെ കക്ഷിയെ അതിൽ കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ കേസിൽ യഥാർത്ഥ സത്യം തെളിയിക്കാൻ നിരപരാധികൾ ശിക്ഷിക്കപ്പെടാതിരിക്കാനും സംശയത്തിന്റെ ആനുകൂല്യത്തിൽ എന്റെ കക്ഷിയെ ജാമ്യത്തിൽ വിടണമെന്നും വാളിന്റെ കേസിൽ പുതിയൊരു അന്വേഷണത്തിന് കോടതി ഉത്തരവിടണമെന്നും ഞാൻ താഴ്മയെ അപേക്ഷിക്കുന്നു. സീനിയർ ഒരു കാര്യം ഓർക്കണം, ഇത്തരം പ്രാക്ടീസ് ഞാൻ എന്റെ കോടതിയിൽ അനുവദിക്കാറില്ല. തൽക്കാലം ജാമ്യം തരുന്നു. പക്ഷേ ഈ കോടതിയിൽ ഞാനും ഇവിടെ തന്നെ ഉണ്ടാകും. The court is adjourned. ഭഗവാനെ, നമസ്കാരം. നമസ്കാരം. എന്താ രാജലക്ഷ്മി അമ്മേ, സുഖമല്ലേ? സുഖമാണ് സാറേ. എന്നാലും എനിക്കൊരാവശ്യം വന്നപ്പോ സാറ് വന്നല്ലോ, അത് മതി. എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. രാജലക്ഷ്മി അമ്മ ഒരാവശ്യം പറയുമ്പോ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? എവിടെ നമ്മുടെ പ്രതികൾ? ഒന്നും പേടിക്കണ്ട, എന്തു വന്നാലും ഞാനില്ലേ. ആ, ഡൽഹിയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് തറവാട്ടിലൊന്ന് കയറണം. എന്നാ ശരി. അയ്യോ, സാറിന്റെ ഫീസ്? ഫീസൊക്കെ ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എന്റെ വൈഫിന്റെ അടുത്ത ബർത്ത്ഡേക്ക് രാജലക്ഷ്മി അമ്മ തന്നെ ഡിസൈൻ ചെയ്ത ഒരു സാരി ഇവിടുന്ന് അങ്ങോട്ട് പാഴ്സൽ ചെയ്താൽ മതി. അവൾക്കത് സന്തോഷമായിക്കൊള്ളു. അന്ന് കല്യാണത്തിന് രാജലക്ഷ്മി അമ്മ ഡിസൈൻ ചെയ്ത് കൊടുത്ത സാരി അവൾ ഇന്നും ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അടുത്ത ബർത്ത്ഡേക്ക് എന്റെ വക ഒരു ഗിഫ്റ്റ് അങ്ങെത്തും. അത് ഞാൻ തന്നെ കൊണ്ടുവന്ന് തരും. എന്നാൽ അത് അവൾക്ക് കൂടുതൽ സന്തോഷമാവും. അപ്പൊ ശരി, കാണാം. ശരി ശരി, ഓക്കെ. ആ,
മീനാക്ഷി ദേ അവനാ. ആര്? എന്റെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയവൻ. അയ്യോ, അയാള് എന്റെ കുഞ്ഞു അവരുടെ കയ്യില. വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.